ഞങ്ങൾ രണ്ടാളും കൂടി ദേ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഇങ്ങനെ ഓരോ മാർക്കറ്റിലടുത്തുള്ള ചെറിയ ചെറിയ മാർക്കറ്റുകളിലൊക്കെ കയറി ഇങ്ങനെ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറി അത്യാവശ്യം വലിപ്പത്തിൽ അത്യാവശ്യം നല്ല ഫ്രഷ് മീനുകളൊക്കെ വരുന്ന ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ ചെന്നാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അത് മീൻ അച്ചാറുണ്ടാക്കാനുള്ള ആ ഒരു പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇക്ക പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചൂര മീൻ വാങ്ങി ചൂര മീൻ അച്ചാറിടുക അതാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ റോഡിലായിട്ട് തന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ നല്ല ഫ്രഷ് മീനായിട്ട് ഇരിക്കും കേട്ടോ. ഒരു 3-4 ഐറ്റം മീനുണ്ടായിരുന്നു. ഞണ്ട് മീനുണ്ട്, അതുപോലെ നെമ്മീനും വേളാപ്പാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വാങ്ങാൻ വന്നത് ചൂരയാണ് കേട്ടോ. അപ്പം നല്ല വലിയ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും നല്ല ഫ്രഷാണ്. അപ്പോൾ ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് പോയില്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കത്തിക്കൊന്നും ഇത് മുറിക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് ആകെ ഗുലുമലായി മാറും കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സൈസിൽ ചെറിയ ചെറിയ തുണ്ടായിട്ട് വെട്ടി തന്നാൽ പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാമല്ലോ. അതായത് ഇതുപോലുള്ള 2 ചൂരമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രഷ് എന്ന് വെച്ചാൽ നല്ല ഒരു മണിക്കൂറങ്ങാണ്ടേ ആയിട്ടുള്ളൂ ഇത് കടലിൽ നിന്ന് കയറിയിട്ട്. അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റിയ ശേഷം ഒരു ചെറിയ ചെറിയ ഒരു തുണ്ടുകളായിട്ട് വെട്ടി തന്നാൽ ഞാൻ വീട്ടിൽ കൊണ്ടേ നന്നായിട്ട് നമ്മുടെ ചെറിയ കത്തി വെച്ച് പിന്നെ വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ അവർ റെഡിയാക്കി തരാണ്. അപ്പോൾ 2 മീൻ ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങി. ഇക്ക വരുമ്പോഴൊക്കെ ഇതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചൂര മീൻ വാങ്ങിക്കാൻ ഇങ്ങനെ ഞങ്ങൾ തപ്പി നടക്കാം കേട്ടോ. എല്ലാ സമയത്തും ഇതുപോലെ കിട്ടാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു ചൂരയുടെ സീസണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല വലിപ്പത്തിലുള്ള തന്നെ ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് ചെറിയ ചൂര കിട്ടിയാൽ അതുകൊണ്ട് നമുക്കൊന്നും ആവില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു തലയും അതുപോലെ നടുക്കത്തെ ആ മുള്ള് പാട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാംസം ഉണ്ടാവില്ല. പക്ഷേ ഇതിന് നന്നായിട്ട് നല്ല മാംസമുള്ള മീൻ. അപ്പോൾ ഞാൻ ആ മീനൊക്കെ ഒന്ന് റെഡിയാക്കി തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തലയും കൂടി 2ആയിട്ടൊന്ന് വെട്ടി തരുമോ എന്ന് ചോദിച്ചിട്ട് അവർ തല വെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും പറഞ്ഞപ്പോൾ അവരത് ചെയ്തു തന്നു. പക്ഷേ എനിക്ക് ഇതുപോലെ ഹാമറൊക്കെ വെച്ച് അടിച്ചിട്ടാണ് അവർ തല 2ആക്കി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയാൽ ഇതൊന്നും ചെയ്യാനൊന്നും പറ്റുന്ന പരിപാടിയല്ല. പിന്നെ അത് ആ മുഴുവനത്തോടെ എടുത്തിട്ട് ഒരു വലിയ ഏതെങ്കിലും പാത്രത്തിലിട്ട് വേവിക്കാനേ പറ്റൂ. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് അത് ഫുള്ളായിട്ട് മുറിക്കാതെ തന്നെ ഇത് ഫുള്ളായിട്ട് പാത്രത്തിലിട്ട് വേവിക്കുന്നതാണ് നല്ലത്. ആ തലയുടെ ഉള്ളിലുള്ള ഇതൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാലും പ്രശ്നമില്ല. പക്ഷേ വലിയൊരു പാത്രത്തിൽ ഇത്രയും വലിയ തലയിട്ട് വേവിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2ആയിട്ട് മുറിച്ച് 4 പീസാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് എന്തായാലും തലക്കറി വെക്കാമല്ലോ എന്ന് കരുതി അത് റെഡിയാക്കി വാങ്ങിക്കൊണ്ട് ഞങ്ങൾ ദേ പോവാണ്. അങ്ങനെ ഇത് വീടെത്തിയിട്ട് പിന്നെ ഡ്രസ്സ് മാറ്റാനും ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം മീൻ നല്ല ഫ്രഷോടെ ഇരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ തന്നെ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് മസാല ഇട്ടാക്കി ഒന്ന് മാറ്റി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അതിനെ എടുത്ത് ഫ്രൈ ചെയ്ത് പിന്നെ അങ്ങ് അച്ചാറിട്ടെടുക്കാമല്ലോ. വലിയ പാടൊന്നുമില്ല, പെട്ടെന്നാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനെ ഒന്ന് ചെറിയ പീസാക്കി എടുക്കാനാണ് ഇനി കുറച്ചൊന്ന് ബുദ്ധിമുട്ട്. കാരണം 2 വലിയ ചൂരയാണ്. അതിനത് ചുവന്നുകൊണ്ട് വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇനി അതിനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അതിൻ്റെ നടുക്കുള്ള ആ മുള്ളിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് ആ മുള്ളും തലയെല്ലാം കൂടെ എന്തായാലും മാറ്റി ഒരു പാത്രത്തിലോട്ട് അങ്ങാക്കി ഞാൻ കരുതി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇന്നിനിയിപ്പോൾ എന്തായാലും കറി വെക്കലും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഏകദേശം കുറച്ച് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കരുതി അതിനെ ആ ഒരു തലയും ആ മുള്ളും ഒക്കെ കൂടി എടുത്തൊരു പാത്രത്തിലാക്കി ഒന്ന് മാറ്റി വെച്ചാൽ നാളെ ഒരു തലക്കറി അങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു പിടുത്തം അങ്ങ് പിടിച്ചാൽ ആ തലക്കറി അങ്ങ് ഫിനിഷാവും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് ആ ഒരു തലയുടെ 4 പീസ് ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റുകയാണ്. പിന്നെ ഇനി മീൻ എടുത്ത് മീനൊന്ന് അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രം ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു മുള്ളു പാട്ടിനെ എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. കംപ്ലീറ്റ് ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് സമയം എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ മീൻ പീസാക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആ ഒരു സെൻറ്ററിലുള്ള മുള്ളു പോർഷനും കൂടെ അങ്ങ് എടുക്കുകയാണ്. അതും കൂടെ എടുത്ത് ആ ഒരു തലയിൽ കൂടെ അങ്ങ് വെച്ച് തരുന്നാൽ നാളെ നമുക്ക് കറി വയ്ക്കാമല്ലോ. അപ്പോൾ അതും കൂടെ ഇത്രയും സമയം പുറത്തിട്ടിരുന്ന് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി അതിനെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കത്തി അങ്ങനെ നന്നായിട്ട് മുറിയുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ആ ഒരു കത്തി ഒന്ന് രാവി എടുത്തപ്പോൾ നല്ല മൂർച്ചയായി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് മുറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഫ്രഷ് മീൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു മുള്ള് ഞാനൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുകയാണ്. എല്ലാ പീസിനെയും ഇതുപോലെ എടുത്ത് അതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ബാക്കി പരിപാടി പിന്നെ പീസാക്കുക എന്നുള്ളത്. പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ആ തോലിയിൽ നിന്നുള്ള ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കാൻ ഒരുപാട് ഈസിയാണ് കേട്ടോ. അത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്രയും പീസുള്ളത് കാരണം കുറച്ചൊന്ന് ടൈം എടുക്കുന്നേ ഉള്ളൂ. അതെന്തായാലും ഇപ്പം ഞാൻ തന്നെ ചെയ്തിട്ടില്ലേ പറ്റൂ. അതിപ്പോൾ ചെയ്തെടുക്കാം, വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ മൊത്തം മീൻ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ട്
ആ മുള്ള് പോർഷൻ്റെ അങ്ങ് ഫ്രിഡ്ജിലും കൊണ്ട് വെച്ചു. ബാക്കി ഞാൻ ദേ ചെറിയ പീസാക്കി എടുത്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെ. കുറച്ച് സമയമെടുത്തു. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരുപാട് ബ്ലഡുള്ള മീനായത് കാരണം നമ്മൾ എത്ര കഴുകിയാലും അതിലിങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പ്രാവശ്യം ഒരു 8, 10 പ്രാവശ്യം ഇങ്ങനെ കഴുകി ഞാൻ ലാസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് കഴുകി എടുത്തു കേട്ടോ. ഫ്രഷ് മീനിന് അങ്ങനെ ഉപ്പിടേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചൂര മീനല്ലേന്ന് കരുതിയിട്ട് ഞാൻ അതിന് ചെറിയൊരു മറ്റുള്ള മീൻ പോലെയല്ല, കുറച്ചൊരു ടേസ്റ്റൊക്കെ ഒരു വ്യത്യാസമുള്ള മീനാണ്. അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇത് ഈവനിങ് ആയപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ഇടുന്നില്ല. ഒരു 2-3 മാസം മുന്നേ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചൂരമീൻ കിട്ടുമ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കണേ. നമുക്ക് എന്തായാലും ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പുറത്തും കുറേ നാൾ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം.